താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയുള്ള സമരം താൽക്കാലികമായി നിർത്തിവെച്ച് സമരസമിതി. ഹൈക്കോടതിയിൽ അന്തിമ വിധി വരുന്നതുവരെ പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കില്ലെന്ന് ധാരണയായി. ജനവാസ മേഖലയിൽ നിന്ന് പ്ലാന്റിന്റെ പ്രവർത്തനം മാറ്റാൻ മാനേജ്മെന്റ് സന്നദ്ധത അറിയിച്ചുവെന്ന് പി കെ ഫിറോസ് MLA പറഞ്ഞു. ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സമരസമിതി നടത്തി വന്നിരുന്ന രാപ്പകൽ സമരം താൽക്കാലികമായി നിർത്തിവെച്ചു. ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ ഫ്രഷ് കട്ട് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കില്ലെന്ന ധാരണയെ പ്രതിയാണ് സമരം നിർത്തിവെച്ചത്. MLA-മാരായ പി കെ ഫിറോസ്, വി കെ കാസിം, MA റസാഖ് മാസ്റ്റർ, മുൻ MLA ഡോക്ടർ MK മുനീർ, താമരശ്ശേരി DYSP KA ബോസ്, സമരസമിതി നേതാക്കൾ എന്നിവർ ഫാക്ടറി മാനേജ്മെന്റുമായി താമരശ്ശേരി PWD റെസ്റ്റ് ഹൌസിൽ വെച്ച് നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. ഫാക്ടറിക്ക് അകത്തേക്കും പുറത്തേക്കും വാഹനങ്ങൾ കടത്തിവിടില്ല. കമ്പനി ഇവിടെ നിന്നും മറ്റെവിടേക്കെങ്കിലും മാറ്റി സ്ഥാപിക്കണമെന്ന നിർദ്ദേശം MLA-മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് മാനേജ്മെന്റ് സന്നദ്ധത അറിയിച്ചതായി പി കെ ഫിറോസ് MLA പറഞ്ഞു. ഇത് ജനവാസ മേഖലയല്ലാത്ത എവിടേക്കെങ്കിലും മാറ്റി സ്ഥാപിക്കണം എന്നൊരു നിർദ്ദേശവും കമ്പനി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ തീരുമാനം വരുന്നതിന് മുമ്പായി കോടതിക്ക് പുറത്ത് ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്ന നിലക്ക് അങ്ങനെ അല്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് സർക്കാർ തലത്തിൽ ഒരു ചർച്ച നടത്തി അങ്ങനെ ഒരു പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അതിനാവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഫാക്ടറി അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മലിനീകരണ നിയന്ത്രണ ബോർഡും ജില്ലാ കളക്ടറുടെ പ്രതിനിധിയും സ്ഥലത്ത് പരിശോധന നടത്തും. മീഡിയ 1 കോഴിക്കോട്.